എൻ്റെ പേര് അനന്തു എന്നാണ്. ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിയിൽ ഡയറക്ഷൻ കോഴ്സ് ചെയ്തു. എനിക്ക് സിനിമ ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. എൻ്റെ പേര് അരുൺ. ഞാൻ സിഫയിലെ ഫസ്റ്റ് ബാച്ച് ഡയറക്ഷൻ സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. അപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞ് സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അവസാനം ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തി. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും സിനിമയിലേക്ക് തന്നെ പോകാം. എൻ്റെ പേര് അഖിലേഷ്. ഞാൻ സിഫയിലെ ഡയറക്ഷൻ സ്റ്റുഡൻ്റാണ്. ബിഫോർ ദി സിഫ ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു, സിവിൽ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ജോലി ചെയ്തിരുന്നു. ഇപ്പോഴും സിനിമ തന്നെയായിരുന്നു പാഷൻ. അപ്പം എനിക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചാണ് സിഫയുടെ. അപ്പം മെയിനായിട്ട് മാജിക് ഫ്രെയിംസ്, ഡിസ്റ്റൻസ് ഈവൻ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് നമ്മളെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സിഫയിൽ ചേർന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊജക്ട്സ് തുടങ്ങി. ഫാക്കൽറ്റീസ് ആണെങ്കിലും ബാക്കി എല്ലാവരും ഭയങ്കര അടിപൊളി. അപ്പോൾ പ്രൊജക്ട്സ് എല്ലാം പ്രാക്ടിക്കൽ പ്രൊജക്ട്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നേരത്തെ ആഗ്രഹം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നത് ഇവിടെയാണ്. പ്രാക്ടിക്കലായിട്ട് പല പല ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചെയ്തിരുന്നതിൽ ഒന്നാണ് ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രൊജക്റ്റാണ് പോയിന്റ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഗോശ്രീ പാലത്തിൻ്റെ അടിയിൽ വന്ന് കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്ന അവരുടെ ഒരു ലൈഫുണ്ട്. അവിടെ ചെല്ലണ മുമ്പ് നമുക്ക് അവരെ പറ്റി അറിയാം. അപ്പം നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ നിസ്സഹായാവസ്ഥ, അവർ അത്രയും ഇടുങ്ങിയ സ്ഥലത്ത് അവരെല്ലാവരും കൂടി താമസിക്കുന്ന ട്രാജഡി, ദുരിതങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മൊത്തം ഉൾട്ടയായി. കാരണം മൊത്തം പോസിറ്റീവ് പരിപാടി. അവരെല്ലാം ഭയങ്കര ഹാപ്പി. ഒരു കുടുംബം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തോടും ഫുൾ ഹാപ്പി. അവർ പല ഫെസ്റ്റിവലിലേക്ക് അയക്കുന്നതിന് മുമ്പ് IDSFK അയക്കുകയും ആദ്യം സെലക്ട് ആകുകയും ചെയ്തു. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയിരുന്നു. അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ദ ബെസ്റ്റ് ക്യാമ്പസ് ഫിലിം അവാർഡ് കിട്ടി. അതും ചീഫ് മിനിസ്റ്ററെ കയ്യിൽ നിന്ന് തന്നെ നമുക്കൊരു അവാർഡ് കിട്ടി. അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പോഴാണ് പലരും ഫിലിം മേക്കിങ്ങിൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് നാട്ടുകാർക്കായാലും വീട്ടുകാർക്കായാലും ഒക്കെ മനസ്സിലാവുന്നത്. ചെയ്യണുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെ ആ ഒരു അവാർഡാണ്. പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് കുറേ സ്ഥലത്ത് അവാർഡ് കിട്ടി. FTAയിൽ പൂനെയിൽ അവാർഡ് കിട്ടിയായിരുന്നു ബെസ്റ്റ് ഡോക്യുമെൻ്ററിക്ക്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടി. അത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം എല്ലാം വളരെ വലുതായിരുന്നു. ഈ അക്കാഡമിയിൽ വന്ന് ഞങ്ങൾക്ക് ആദ്യ ബാച്ചിന് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു റെക്കഗ്നീഷൻ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കിട്ടിയതിൽ വലിയ സന്തോഷം. നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ മറ്റേ നെഗറ്റീവ് സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടും പോസിറ്റീവിൻ്റെ ചിന്തകൾ കൂടിയും വരുന്നുണ്ട്. അപ്പം ഇത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കണമെന്നൊരു തോന്നലുണ്ട്. നമ്മുടെ ഫിലിം മേക്കർ ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ചെയ്ത പടങ്ങളാണ്. Best Campus Film. The award goes to The Buoyant, directed by Arun A.R., Akhilesh K. and Anantu Krishna, produced by the South Indian Film Academy. I request the representatives to come on to the stage and receive the award from Honorable Chief Minister of Kerala. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ വർക്ക് അത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ അല്ലെങ്കിൽ ഒരു സന്തോഷം, അതാണൊരു ഫിലിം മേക്കർ എന്നല്ലെങ്കിൽ ഫിലിം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഫിലിം എന്തൂസിയസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്.